ഈ പോട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് വന്നു ചേർന്നിട്ടുള്ള ചെറിയ പ്ലാന്റുകളും മോസൊക്കെയാണ് അതിന്മേ ഉള്ളത്. അത് ഞാൻ വൃത്തിയാക്കുന്നില്ല, അതുപോലെ തന്നെ നിലനിർത്തുകയാണ്. പിന്നെ സിമെൻറ്റിൻ്റെ ബേസിലാണ് ഇതുപോലെയൊക്കെ നമുക്ക് ഇങ്ങനെ വരും കേട്ടോ. അതിൻ്റെ മേലെ പെയിൻ്റൊക്കെ അടിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കുറേ വരും മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇത് ഈ പ്ലാന്റിൻ്റെ പേരറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഇത് ഞാൻ ഇതിലിടുന്നത് പെർലൈറ്റും വെർമിക്കുലേറ്റും പിന്നെ കുറച്ച് ചകിരിച്ചോറ് ചേർന്ന മണ്ണുമാണ് ഇടുന്നത്. ഈ വെർമിക്കുലേറ്റും പെർലൈറ്റും അതുപോലെ ലീക്ക ബോൾസൊക്കെ എന്നോട് പലരും ചോദിച്ച് ഇത് കിട്ടുന്നില്ലല്ലോ, എവിടെ കിട്ടുകയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനത് വാങ്ങാനുള്ള ലിങ്ക് അയച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ആമസോണിലും മറ്റുള്ള സൈറ്റുകളിലൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്, കാണാറുണ്ട്. പിന്നെ അതുപോലെ ഈ വളം കീടനാശികളൊക്കെ വിൽക്കുന്ന ചില കടകളൊക്കെ കാണാറുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളതിൻ്റെ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ ഇതിന് നമ്മൾ ജസ്റ്റ് ഒരു വടി, ഒരു ചെറിയ സ്റ്റിക്ക് വെച്ച് കൊടുത്താൽ എന്താ വെച്ചാൽ ആ അറ്റം അങ്ങനെ മേലേക്ക് നിൽക്കാനായിട്ടാണ്, അടിയിൽ പോയിട്ട് മുട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലേ ബോൾസൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് വളരെ കുറച്ച് വെള്ളം ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ, കാരണം ഇതിൽ വെള്ളം ഒഴുകി പോകാനുള്ളതില്ലല്ലോ. അപ്പോൾ ഇതിൽ സോയിലൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഫംഗസൊക്കെ പിടിച്ചിട്ട് വേരൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ലൈറ്റായിട്ടുള്ള ഇത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മളൊരു പ്ലാസ്റ്റിക് കവറായിട്ട് അത് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അതിലൊരു ഇത് ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഹ്യൂമിഡിറ്റി അതിലിങ്ങനെ നിലനിർത്താനായിട്ടാണ്. ഞാൻ ആദ്യം ഇതൊന്നും കട്ട് ചെയ്ത് കളയില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ അത് കുറച്ച് ഇലകളൊക്കെ ഇല്ലാതിരിക്കുന്നതാണ് പെട്ടെന്ന് വേര് വരാനൊക്കെ നല്ലതെന്ന് പറഞ്ഞേക്കാം. അതുകൊണ്ടാണ് ചെയ്തത്. ഞാൻ വളരെ ലൈറ്റായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ അടിയിലൊന്നും വെള്ളം നിൽക്കാത്ത രീതിയിൽ വളരെ ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് കവറായിട്ട് മൂടി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പലരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ലൈക്കോ കമൻസോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അതും കൂടി ചെയ്യണം, എങ്കിലാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഒരു ഇത് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ വരുന്ന വീഡിയോകളിൽ ഞാൻ ഇടുന്നതായിരിക്കും, ഇതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളെല്ലാം.